ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലാബ് ടെക്നീഷ്യന് സസ്പെൻഷൻ. ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. 12 വിദ്യാർത്ഥിനികളാണ് ലാബ് ടെക്നീഷ്യനെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വിദ്യാർത്ഥികൾ അവരെ പഠിക്കാനായുള്ള കാലയളവിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുകയും ഒക്കെ വേണ്ട ആൾക്കാരാണ് ഈ ലാബ് ടെക്നീഷ്യൻ അടക്കമുള്ള ആ ഒരു കലാലയത്തിലെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജീവനക്കാർ. അങ്ങനെ ഇരിക്കെയാണ് 12ഓളം വിദ്യാർത്ഥികൾ കൂട്ടമായി ഇയാൾക്കെതിരെ പരാതി നൽകിയത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ സസ്പെൻഷൻ നടപടി നേരിട്ട ഈ ജീവനക്കാരൻ 15 വർഷമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്ന ആളാണ്. അത്രയും പരിചയ ഈ സമ്പത്ത് ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഉള്ള ആളാണ്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത് എന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നത്. ഈ കാത്ത് ലാബിന്റെ ഒക്കെ മുഴുവൻ നിയന്ത്രണവും ഇയാളുടെ കയ്യിലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പല ഘട്ടങ്ങളിലും അയാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് 12 വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലാണ് ഈ പരാതി നൽകിയത്. അന്വേഷണ വിധേയമായി ഈ ലാബ് ടെക്നീഷ്യനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ കടന്നിട്ടുണ്ട് എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അത് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയിട്ടില്ലെങ്കിലും മെഡിക്കൽ കോളേജ് എന്ന മുഖേന തന്നെ ഈ പരാതി പോലീസിന് കൈമാറും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇതിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതിനു ശേഷമാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഈ ലാബിലും അതോടൊപ്പം തന്നെ വിളിച്ചു വരുത്തിയും ലൈംഗിക അതിക്രമം നടത്തി, അതോടൊപ്പം തന്നെ ഫോണിൽ ലൈംഗിക ചുവയോടെ പലതവണ സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പറഞ്ഞാൽ ജോലിയെ അല്ലെങ്കിൽ ഈ പഠനത്തെ ഉൾപ്പെടെ ബാധിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ ഉണ്ടായി എന്നതും ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള പരാതിയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധിച്ച ശേഷം ഈ പരാതി പോലീസിന് ഉൾപ്പെടെ കൈമാറും എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.